Hi 10th. So conversion of solids concept discussion is going on, and in the last video we have discussed about two examples and two exercises, and through this video session I am going to continue the discussion of two more examples are waiting, and we have to continue the discussion of exercise question. And I am facing the problem of power failure, so maybe there exists few light problems and all. You have to adjust with that, there is no other way. So okay, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൺവേർഷൻ ഓഫ് സോളിഡ്സ് കോൺസെപ്റ്റിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ എല്ലാം നമുക്ക് ലെസ് ഇമ്പോർട്ടൻറ്റ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രോബ്ലംസും ഒക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ മതിയാവുന്ന വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒന്ന് രണ്ട് കുട്ടികളെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ഈ സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈവിലൂടെ. പലപ്പോഴും ഒരേ കാര്യങ്ങൾ ഒരേ ഉപദേശങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായി ഉൾക്കൊള്ളണം. ഒക്ടോബർ ഈസ് ഗോയിങ് ഓൺ. നവംബർ, ഡിസംബർ, ജനുവരി, ഓൺലി 3 more months are remaining in front of you. So this is the right time to start the revision work for your board exam. Okay, this is the right time to start revision for your board exam. Please do that. If you fail to revise from today onwards, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ഉണ്ടാവും, നിങ്ങളിപ്പം റിവൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? ഒരു ബാഡ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ ഉണ്ടാവും. ഇപ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾ റിവിഷൻ തുടങ്ങേണ്ടത്. ഇപ്പോൾ തുടങ്ങിയാൽ, ഇപ്പോഴല്ല, ഇതിന് മുമ്പേ തുടങ്ങണമായിരുന്നു. ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ ദിവസം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഞാൻ ഈ പറയുന്ന നിമിഷം മുതൽ നിങ്ങൾ റിവിഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നു നമുക്ക് വളരെ എന്താണ് പറയുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബോർഡ് എക്സാം ഒക്കെ അതിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ നടക്കും. ഓക്കെ, കാരണം ലേണിംഗ് പ്രോസസ്സൊക്കെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എക്സാം സീരിയസ് ആയിരിക്കും. പ്ലീസ് ഇന്ന് മുതൽ റിവൈസ് തുടങ്ങാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഐ എം ഗോയിങ് ടു ഡിസ്കസ് example, and which example we left in the last video. So we are going to discuss example 9. Shall we? Come with me. So this is the question we are going to discuss right now. Example 9. Selvi's house has an overhead tank in the shape of a cylinder. എന്ന് വെച്ചാൽ എന്താ? സെൽവി ഒരു വീടിൻ്റെ ഓണറാണ്. ആ സെൽവിയുടെ വീടിൻ്റെ മുകളിൽ ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ടെറസിൽ വെക്കുന്ന ടാങ്കില്ലേ, അതുപോലെ ഒരു ടാങ്ക് സെൽവിയുടെ വീടിൻ്റെ മുകളിലുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ട്? സിലിണ്ടർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫിൽഡ് ബൈ പമ്പിങ് വാട്ടർ ഫ്രം എ സമ്പ്, ആൻ അണ്ടർഗ്രൗണ്ട് ടാങ്ക് വിച്ച് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. എന്ന് വെച്ചാൽ എന്താ? സെൽവിയുടെ വീടിൻ്റെ മുകളിലുള്ള ഒരു സിലിണ്ട്രിക്കൽ ടാങ്ക് ഉണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ടാണ് സെൽവിയുടെ വീടുകളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിൽ അതായത് സെൽവിയുടെ വീടിൻ്റെ മുകളിലുള്ള ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ടാങ്കിൽ എവിടെ നിന്നാണ് സെൽവി വെള്ളം അടിക്കുന്നത്? സെൽവിയുടെ വീടിൻ്റെ താഴെ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലുള്ള വലിയ ടാങ്ക് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ ടാങ്കോ പഞ്ചായത്തിൻ്റെ ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്നാണ് സെൽവിയുടെ വീടിൻ്റെ മുകളിലുള്ള ടാങ്കിലോട്ട് വെള്ളം അടിക്കുന്നത്. അപ്പോൾ സെൽവിയുടെ വീടിൻ്റെ താഴെയുള്ള ക്യൂബോയിഡൽ ഷേപ്പിലുള്ള വലിയൊരു ടാങ്കിൽ നിന്നാണ് സെൽവിയുടെ വീടിൻ്റെ മുകളിലുള്ള സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ടാങ്കിലോട്ട് സെൽവി വെള്ളം അടിച്ചു കയറ്റുന്നത്. ദ സമ്പ് ഹാസ് ഡയമെൻഷൻ. സമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് ടാങ്ക്. ആ താഴെയുള്ള വലിയ ടാങ്കിൻ്റെ ഡയമെൻഷൻ ഈസ് ഗിവൺ ആസ് 1.57 മീറ്റർ ഇൻറ്റു 1.44 മീറ്റർ ഇൻറ്റു 95 മീറ്റർ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ലെങ്ത്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബ്രെഡ്ത്ത്, ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹൈറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം L ഇൻറ്റു B ഇൻറ്റു H. സോ ഇത് ക്യൂബോയിഡാണ്. താഴെ ക്യൂബോയിഡൽ ടാങ്കാണ് ആണല്ലോ അണ്ടർഗ്രൗണ്ടിലുള്ളത്. താഴെയുള്ളത് അതിൻ്റെ ഡയമെൻഷൻസ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇനി ഓവർഹെഡ് ടാങ്ക്, വീടിൻ്റെ മുകളിലുള്ള ടാങ്കിൻ്റെ ബേസ് റേഡിയസ് ഈസ് ഗിവൺ ആൻഡ് ഹൈറ്റ് ഓൾസോ ഗിവൺ because that is in the shape of cylinder. Of course radius and height we need, and radius and height it is given. Find the height of the water left in the sump after the overhead tank has been completely filled with water from the sump which had been full. Compare the capacity of the tank with that of the sump. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്പയർ, അതവിടെ നിൽക്കട്ടെ. ആദ്യം എന്താ ചോദിച്ചേക്കുന്നത്? Find the height of the water left in the sump after the overhead tank has been completely filled with water from the sump which had been full. അതായത് ആദ്യം നിങ്ങൾ താഴെയുള്ള ടാങ്കിൽ അതായത് വീടിൻ്റെ താഴെയുള്ള ക്യൂബോയിഡൽ ടാങ്കിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക.
സെൽവി മോട്ടർ ഓൺ ചെയ്തു. എന്തിനാണ് എനിക്ക് സെൽവി മോട്ടർ ഓൺ ചെയ്ത്? സെൽവിയുടെ വീടിൻ്റെ മുകളിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ചെറിയ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ടാങ്ക് മൊത്തം സെൽവി നിറച്ചു. അപ്പോൾ ഓഫ് കോഴ്സ് താഴെയുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കിലുള്ള വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം താഴെയുള്ള ടാങ്കിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പം ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ. ഇപ്പം ലെഫ്റ്റ് ഇൻ ദ സമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ടാങ്കിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഈ മറ്റേ സെൽവി മോട്ടർ അടിച്ച് വെള്ളം മുകളിലെ ടാങ്കിലോട്ട് കയറ്റിയതിന് ശേഷം താഴത്തെ ടാങ്കിൽ വെള്ളം എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും. ആ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്ര, അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളം എത്ര ഉണ്ട് അതിൻ്റെ ഹൈറ്റ് എത്ര, ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ യു മേ അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. സെൽവിയുടെ വീടിൻ്റെ മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്കത് വിശകലനം ചെയ്തു തരാം. എനിക്കറിയാം ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഷാൽ വി കം വിത്ത് മീ. നോക്ക് നിങ്ങളിത്. ഇതാണ് സെൽവിയുടെ വീടിൻ്റെ താഴെയുള്ള ക്യൂബോയിഡൽ ഷേപ്പിലുള്ള ടാങ്ക്. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്, എനിക്ക് ക്യൂബോയിഡ് കിട്ടിയില്ല. എന്തായാലും ഇതാണ് വീടിൻ്റെ താഴെയുള്ള പഞ്ചായത്തിൻ്റെ ടാങ്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, മനസ്സിലായി. ക്യൂബോയിഡൽ ഷേപ്പാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് സിലിണ്ടർ ഉള്ളൂ, അതുകൊണ്ട് ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ. അതിന് ഫുള്ള് എന്തുണ്ടതാ? ഫുള്ളും വെള്ളമുണ്ട്, നിറച്ചും വെള്ളം. അപ് ടു ദ ബ്രിം വേണം. ഞാൻ അത്ര എടുത്തിട്ടില്ല, കാരണം താഴെ നിന്ന് മേലോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം മുള്ളത്തം വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. ഇനി സെൽവിയുടെ വീടാണിത്. ഇവിടെയാണ് സെൽവീൻ്റെ കുടുംബവും സന്തോഷമായി ജീവിക്കുന്നത്. സെൽവിയുടെ ടെറസാണിത്. ടെറസിൻ്റെ മുകളിലുള്ള ടാങ്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ സെൽവിയുടെ മോൻ രാവിലെ എന്താണ് പറയുക, ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ വെള്ളം ചെയ്യുന്നു ചോദിച്ചു. ടാപ്പ് ഓൺ ചെയ്തു, വെള്ളം വരുന്നില്ല. അപ്പോൾ സെൽവിയുടെ മോൻ മേലെ ടാങ്കി കയറി നോക്കി മോനെ. അപ്പോൾ സെൽവി എന്നോട് പറഞ്ഞു വെള്ളമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ സെൽവി വേഗം മോട്ടർ ഓണാക്കി. ആ കേസാണല്ലോ ക്വസ്റ്റ്യനില്ലേ. ഓക്കെ, അപ്പോൾ മോട്ടർ ഓണാക്കുമ്പോൾ ഈ ഒരു പൈപ്പ് ഉണ്ട്, ഇവ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സെൽവി മോട്ടർ ഓണാക്കി. ഇത് മൊത്തം നിറയുന്നു. ഓക്കെ, നിറയാൻ കുറച്ച് സമയം വേണം, നിറയട്ടെ. മോട്ടർ ഓണാക്കിയേക്കുവാണ്. മോട്ടർ ഓണാക്കാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, താഴെയുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ ഫുൾ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സെൽവി മോട്ടർ ഓണാക്കി ഇത് നിറയ്ക്കാൻ പോവാണ്. ഇതിൽ വെള്ളമില്ല, കാലിയാണല്ലോ. ഇതാ നിറയ്ക്കട്ടെ. ഇതാ സെൽവി മോൻ്റെ പരാതി തീർത്തു. സെൽവി മുകളിലത്തെ ടാങ്കിൽ മൊത്തം വെള്ളം നിറച്ചു. ക്വസ്റ്റ്യനിൽ അത് തന്നെയാണല്ലോ പറയുന്നത്. മോട്ടർ മുകളിലോട്ട് വെള്ളം അടിച്ചു അല്ലേ, അങ്ങനെ മുകളിലത്തെ ടാങ്ക് നിറച്ചു. ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് മുകളിലത്തെ ടാങ്ക് സെൽവി നിറച്ചു. അപ്പം താഴെ ഉണ്ടായിരുന്ന ടാങ്കിൽ നിറയെ വെള്ളമുണ്ടായിരുന്നത് ഇപ്പം നിറയെ വെള്ളം ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം എന്തായി? വെള്ളം കുറഞ്ഞു. കാരണം എന്താ? ഇതിലത്തെ വെള്ളമാണ് മുകളിലോട്ട് വന്നതാ. അപ്പം ആദ്യം മുകളിൽ വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം ഇവിടം വരെയായി വെള്ളം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഇപ്പം എന്താ ഇവിടെ എത്തി വെള്ളം. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇപ്പം അതിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പം വെള്ളം അടിച്ച് മുകളിൽ നിറച്ചു, അതിനുശേഷം ഇതിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്ര? ഇതിന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ഹൈറ്റ്. അപ്പം ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയണം ആദ്യം. എന്നിട്ട് പിന്നെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഇതിലുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ബാക്കി ഇതിൽ നിറച്ചതിന് ശേഷം ഈ താഴെയുള്ള ടാങ്കിൽ എത്ര വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ബാക്കി ഉണ്ടെന്ന് അറിയാം ആദ്യം. അതിനുശേഷം നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സമ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം. അത് ഈ വെള്ളത്തിൻ്റെ അളവാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നും കൂടെ തിരിച്ചിങ്ങോട്ട് ഫില്ല് ചെയ്യുന്നതാ. ഒന്നും കൂടെ ആദ്യം മുതൽ. അപ്പം സപ്പോസ് ഈ വലിയ ടാങ്കിന് 100 മീറ്റർ ക്യൂബാണ് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് വെള്ളം അങ്ങോട്ട് അടിച്ചതിന് ശേഷം ഇതിൽ ബാക്കി എത്ര വെള്ളമുണ്ട് എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൽ 100 മീറ്റർ ക്യൂബ് വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 100 മീറ്റർ ക്യൂബാണെന്ന് വിചാരിക്കുക. മുകളിലുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി 20 മീറ്റർ ക്യൂബാണെന്ന് വിചാരിക്കുക. ഈ ടാങ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി 100 മീറ്റർ ക്യൂബും മുകളിലുള്ള ടാങ്കിൻ്റെ 20 മീറ്റർ ക്യൂബാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ മുകളിലുള്ള ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു, താഴെയുള്ള ടാങ്കിൽ നിന്ന് മോട്ടർ അടിച്ച്. ബാക്കി അപ്പോൾ ഇതിൽ എത്ര വെള്ളം ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഇതിൽ 100 മീറ്റർ ക്യൂബ് വെള്ളം മുകളിലുള്ള ടാങ്കിൽ താഴോട്ട് ഇറക്കി വെച്ചു. ഇതിൽ 20 മീറ്റർ ക്യൂബ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ 100 മീറ്റർ ക്യൂബ് വെള്ളം ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 100 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി 100 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിൽ 100 മീറ്റർ ക്യൂബ് വെള്ളം ഉണ്ടെന്നുള്ള അർത്ഥം. അപ്പം അതിൽ നിന്ന് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ 20 മീറ്റർ ക്യൂബ്, ഇതിൻ്റെ കപ്പാസിറ്റി എത്ര? 20 മീറ്റർ ക്യൂബ്. അതായത് ഇതിലെത്ര വെള്ളം കൊള്ളും? 20 മീറ്റർ ക്യൂബ് വെള്ളം കൊള്ളും.
ഇപ്പം ഞാൻ ആ ടാങ്ക് നിറച്ചു. അതായത് ഇതിൽ 100 മീറ്റർ ക്യൂബ് വെള്ളത്തിൽ നിന്നും ഈ ടാങ്ക് ഞാൻ ഇതിലെ 100 മീറ്റർ ക്യൂബ് വെള്ളം ഉണ്ടായിരുന്നു ആദ്യം. ആ വെള്ളത്തിൽ നിന്നും ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഈ ടാങ്ക് നിറച്ചു. ബാക്കി ഇതിൽ എത്ര വെള്ളം ഉണ്ടാവും? ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ്? 100 മീറ്റർ ക്യൂബ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 20 മീറ്റർ ക്യൂബ് എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 100 മീറ്റർ ക്യൂബ് വെള്ളത്തിൽ നിന്നും 20 മീറ്റർ ക്യൂബ് വെള്ളം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 80 മീറ്റർ ക്യൂബ് വെള്ളമല്ലേ ഇതിൽ ബാക്കി ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കി, അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കി, ഇതിൽ നിന്ന് അതിലോട്ട് വെള്ളം നിറയണം. അപ്പം ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിന്ന് അതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ബാക്കി ഇതിലുള്ള വെള്ളത്തിൻ്റെ കപ്പാസിറ്റി. കാരണം ഇതിൽ 100 മീറ്റർ ക്യൂബിൽ നിന്ന് സപ്പോസ് 100 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കപ്പാസിറ്റി 20 മീറ്റർ ക്യൂബാണെങ്കിൽ ഈ 100 മീറ്റർ ക്യൂബിൽ നിന്ന് ആ 20 മീറ്റർ ക്യൂബ് നിറയണമെങ്കിൽ 100 - 20 അങ്ങോട്ട് പോയി, 20 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ 100 നിന്ന് 20 അങ്ങോട്ട് പോയല്ലോ, ബാക്കി എത്ര ഉണ്ടാവും? 80 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അങ്ങനെയാണ് ഇതിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവ് അറിയണത്. അപ്പം എന്താ നമ്മളിവിടെ ചെയ്തത്? വോളിയം ഓഫ് സമ്പ് ഓർ വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് മൈനസ് വോളിയം ഓഫ് ദ ടെറസിലുള്ള ടാങ്ക്. വോളിയം ഓഫ് ദ അണ്ടർഗ്രൗണ്ട് ടാങ്ക് മൈനസ് വോളിയം ഓഫ് ദ ടാങ്ക് ഇൻ ദ ടെറസ് ചെയ്ത് കഴിഞ്ഞാലാണ് വോളിയം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സമ്പ് കിട്ടുക. അല്ല, ഇപ്പം 100 നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത പോലെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ യു മേ അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഈ കോൺസെപ്റ്റ്, ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സെൽവീസ് ഹൗസ് ഹാസ് ആൻ ഓവർ ഹെഡ് ടാങ്ക് വിച്ച് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ടർ. അപ്പോൾ സെൽവിയുടെ ഹൗസ് ഇതാണ്. ആ സെൽവിയുടെ ഹൗസിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഓവർ ഹെഡ് ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറാണ്. സോ സിലിണ്ടറിക്കൽ ടാങ്ക്. ഓക്കെ, ഇങ്ങനെ ഒരു ഓവർ ഹെഡ് ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. കറണ്ട് വന്നു, മറന്നു ഞാൻ. ഒരു മിനിറ്റ്, ലൈറ്റ് ഇട്ടേ. ഇപ്പോൾ സിലിണ്ടറിക്കൽ ഇടയ്ക്കൊരു ചെറിയ തട്ടുമുട്ടും ശബ്ദം കേൾക്കാം. അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ വഴിയില്ല, കാരണം അത് താഴേന്ന് പപ്പ ഞങ്ങൾ ചെറിയൊരു കോഴിക്കോട് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അത്യാവശ്യം വലിയൊരു കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് പപ്പ. അപ്പം അതിൻ്റെ തട്ടുമുട്ടൊക്കെയാണ് കേൾക്കുന്നത്. ഓക്കെ, അതവിടെ കേട്ടോട്ടെ. അപ്പം ഈ ഓവർ ഹെഡ് ടാങ്കിൽ സെൽവിയുടെ വീടിന് മുകളിൽ ഓവർ ഹെഡ് ടാങ്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ടർ. ഇനി ഈ സിലിണ്ടറിലോട്ട് വെള്ളം നിറയ്ക്കുന്നത് എവിടെയാണ്? ഈസ് ഫിൽഡ് ബൈ പമ്പിങ് വാട്ടർ ഫ്രം എ സമ്പ് വിച്ച് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് അണ്ടർഗ്രൗണ്ട് ടാങ്ക്. താഴെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്ക്, അതിൻ്റെ ഷേപ്പ് എന്താണ്? ക്യൂബോയിഡൽ ഷേപ്പുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ നിന്നാണ് സെൽവി ഇങ്ങോട്ട് വെള്ളം അടിച്ച് കയറ്റുന്നത്. ഓക്കെ, ആൻഡ് the sum has the dimension, that is underground has the dimension 1.57 meter stands for length and 1.44 meter stands for breadth, and height is given as what? Height is given as 95 centimeter. ഓക്കെ, ഇത് 2 മീറ്ററിലാണ്, പക്ഷേ ഹൈറ്റ് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. ലെങ്ത്ത് 1.57, ഓക്കെ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓർഡറിലാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ലെങ്ത്ത് ഈസിക്കൽ 1.57 മീറ്റർ, ബ്രെഡ്ത്ത് ഈസിക്കൽ 1.44 മീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 95 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 95 സെൻറ്റിമീറ്റർ മീറ്ററിലോട്ട് മാറ്റണം, കാരണം ബാക്കി 2 മീറ്റർ ആണല്ലോ. അപ്പം 95 സെൻറ്റിമീറ്റർ മീറ്ററിലോട്ട് എങ്ങനെ മാറ്റുക? ജസ്റ്റ് ഡിവൈഡ് ബൈ 100. സോ 95 100 ഡിവൈഡ് ചെയ്താൽ 0.95 എന്ന് കിട്ടും. 0.95 മീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് ഈ താഴെയുള്ള ടാങ്കിൻ്റെ ഡയമെൻഷൻസ്. ഓക്കെ, ഇതിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പൈപ്പ് വഴിയായിരിക്കും സ്വാഭാവികമായിട്ടും വെള്ളം ഇങ്ങോട്ട് നിറയ്ക്കുന്നത്. ഓക്കെ, ഈ ടാങ്കിലോട്ട് വെള്ളം വന്ന് വീഴും. ഈ ടാങ്കിൻ്റെ ഡയമെൻഷൻ ഇസ് ഗിവൺ. ദ ഓവർ ഹെഡ് ടാങ്ക് ഹാസ് ഇറ്റ്സ് റേഡിയസ് 60 സെൻറ്റിമീറ്റർ. സോ റേഡിയസ് ഇസ് ഗിവൺ ആസ് 60 സെൻറ്റിമീറ്റർ. സോ you may understood that here the radius is in terms of centimeter. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും മീറ്ററിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് റേഡിയസ് ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ റേഡിയസ് ഈസിക്കൽ 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് 100 ഡിവൈഡ് ചെയ്തിട്ട് 0.60 വരില്ലേ? 0.60 മീറ്റർ എന്ന് എഴുതുന്നു. ഈ മേ അണ്ടർസ്റ്റുഡ്. ബാക്കി എല്ലാത്തിനും നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു, അതുകൊണ്ടാണ്. പിന്നെ height of the tank also given. So here also one height is there. Here also we are going to write one height. So let me separate it as H1 and H2. So H1 represents the height of the cuboidal tank, but H2 represents the height of the cylindrical tank. That height is given as what? 95 centimeter. So when you convert into meter, it becomes 0.95 meter. I think it is very clear, no? Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം, പക്ഷേ എനിക്ക് തോന്നുന്നു മീറ്ററാണ് കുറച്ചും കൂടെ ഉചിതം. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന് മൊത്തം വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, ഫുൾ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഫുൾ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളം ഇങ്ങോട്ട് അടിച്ചതിന് ശേഷം ഇതിൽ എത്ര ഹൈറ്റ് വെള്ളം ബാക്കി ഉണ്ടാകും അല്ലേ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സമ്പ് ആഫ്റ്റർ ദ ഓവർ ഹെഡ് ടാങ്ക് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഫിൽഡ്
വിത്ത് ദ വാട്ടർ ഫ്രം ദ സം വിച്ച് ഹാഡ് ബീൻ ഫുൾ. ഇത് മൊത്തം ഉണ്ടായിരുന്ന വെള്ളം ഇങ്ങോട്ട് അടിച്ച് മൊത്തം ഇത് നിറച്ചതിന് ശേഷം ബാക്കി എത്ര വെള്ളം ഹൈറ്റ് ഉണ്ടാവും ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്, ആദ്യം നമ്മൾ ഇതിലെല്ലാം എത്ര വെള്ളം ബാക്കി ഉണ്ടാവും, നിറയെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് അടിച്ചതിന് ശേഷം ബാക്കി എത്ര വെള്ളം ഇതിലുണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് വാട്ടർ വിൽ റിമെയിൻ ഇൻ ദ സമ്പ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അതിന് മുമ്പ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എഴുതണം. ഗിവൺ ദാറ്റ് വാട്ട് radius and height of the overhead tank is given, and length, breadth, height of the sump is given. Okay, and so what we are going to calculate, volume of water remains in sump after filling the overhead ടാങ്ക് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വോളിയൂം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സം ആഫ്റ്റർ ഫില്ലിംഗ് എന്ന് എഴുതണ്ട, ആഫ്റ്റർ ഓവർ ഹെഡ് ടാങ്ക് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഫിൽഡ്. അതാണ് അതിൻ്റെ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ആഫ്റ്റർ ഓവർ ഹെഡ് ടാങ്ക് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, എന്താ അതിൻ്റെ ഉദ്ദേശം, അർത്ഥം എന്താ? വോളിയൂം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സം ആഫ്റ്റർ ഓവർ ഹെഡ് ടാങ്ക് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാക്കിയുള്ള വെള്ളം, ഇത് നിറഞ്ഞതിന് ശേഷം ഇതിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. വോളിയൂം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സമ്പാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും ഷോർട്ടാക്കി എഴുതാൻ നമ്മൾ വെറുതെ വലിച്ചെഴുതുന്നുണ്ട്. വോളിയൂം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ സമ്പ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? വോളിയൂം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? ആദ്യം ഇതിൻ്റെ ടോട്ടൽ, ഞാൻ അവിടെ ഗ്ലാസും ചെറിയൊരു പാത്രമായിരുന്നു, അപ്പോൾ ആ ഗ്ലാസിൻ്റെ മൊത്തം വോളിയം 100 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുകളിലുള്ള ആ ചെറിയ പാത്രത്തിൻ്റെ വോളിയം 20 എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ 100 മീറ്റർ ക്യൂബ് വെള്ളത്തിൽ ആദ്യം നമ്മൾ ഇത് നിറയണമെങ്കിൽ ഇതിൽ 20 മീറ്റർ ക്യൂബ് വെള്ളം എത്തണമല്ലോ. അപ്പോൾ 100 നിന്ന് 20 കുറച്ചാൽ ബാക്കി 80 ആയിരിക്കും ഇതിലുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെയ്ത ഓപ്പറേഷൻ എന്താണ്? ഇതിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന്, അതായത് ടോട്ടൽ വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് tank minus volume of the cylindrical tank will give you the volume remains in the tank, in this tank അല്ലേ? നമ്മൾ ആദ്യം ഇതിലുള്ളത് 100ഉം ഇതിലുള്ളത് 20ഉം ആണെങ്കിൽ 100ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത് ബാക്കി 80 ഇതിൽ ബാക്കി ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ചെയ്ത ടെക്നിക്ക് എന്താണ്? അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് മുകളിലുള്ള ടാങ്കിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന വോളിയം ആയിരിക്കും ബാക്കി ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് അല്ലേ? അപ്പോൾ എന്താണ് വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സം എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെയ്തത്? വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് അല്ലേ, വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് മൈനസ് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക്, മുകളിലുള്ള ടാങ്ക്. ഞാൻ ചില കുട്ടികൾ എഴുതുന്ന കണ്ടു, ശ്വേതയാണെന്ന് തോന്നുന്നു. ഈ വി ഒക്കെ വി ആയിട്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വി ആയിട്ട് എഴുതുന്നത് ഞാൻ എഴുതുന്നതാണ്. നിങ്ങളത് വെറുതെ വീഡിയോ കണ്ടിട്ട് വെറുതെ ഒരു പാസീവ് ലേണറെ പോലെ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കരുത്. വോളിയം ഓഫ് തന്നെ എഴുതണം. പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തമായി കാണുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് ഇത് എഴുതരുതെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഇതുപോലെ എഴുതാനാണോ പറഞ്ഞത്? അല്ല, വോളിയം ഓഫ് എന്ന് തന്നെ എഴുതണം. ഞാനത് സമയം ലാഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് മൈനസ് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക്. ഇപ്പോൾ വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അണ്ടർഗ്രൗണ്ട് ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ മൊത്തം അളവ്. വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക് എന്ന് വെച്ചാൽ എന്താ ഉപയോഗിക്കുന്നത്? മുകളിലുള്ള ടാങ്ക് സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ മൊത്തം അളവ്. സബ്ട്രാക്ട് ചെയ്താൽ വലിയ ടാങ്കിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവിൽ നിന്ന് മുകളിലുള്ള ചെറിയ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് സബ്ട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് ഇതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെ ഫോർമുല എന്താണ്? യെസ്, L into B into H1. Why? Because it is in the shape of cuboid. Its volume is formula L into B into H. Here we have represented H as H1 minus volume of cylindrical tank, which is the formula. How we can calculate the volume of cylindrical tank? Pi r square H is the formula. So pi r square H2. Okay. And you can substitute everything here. That means it become 1.57. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്ര ബാക്കി വെള്ളം ഉണ്ടെന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കും. സോ L into B 1.44 into height 0.995 minus pi. You can substitute. It is given as 3.14. Okay, 3.14 into r square. R square radius of the tank is 0.60, no? So 0.60 square into H2. H2 is nothing but 0.95. ഇത്രയും കാര്യങ്ങൾ ഞാനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം. നിങ്ങൾക്കിതിൽ ഒരു കാര്യമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട് ഈ ക്വസ്റ്റനിൽ. ഇത് 2 ടേം അല്ലേ, ഇതിൽ നിന്ന് ഇതാണല്ലോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഈ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇവിടെ 1.57 ഉണ്ട്. ഈ 3.14 എന്ന് വെച്ചാൽ 1.57 ഡബിളാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം അല്ലേ? വേണമെങ്കിൽ അത് ക്ലിയർ ആക്കി എഴുതി തരാം. അതായത് 1.57 അതുപോലെ ഞാൻ എഴുതി, ഈ 1.44 ഞാൻ അതുപോലെ എഴുതി,
ഈ 0.95 അതുപോലെ ഞാൻ എഴുതി മൈനസ് ഈ 3.14 എന്ന് വെച്ചാൽ 314 വിചാരിക്കുക. 314 എന്ന് വെച്ചാൽ 157ൻ്റെ ഡബിൾ അല്ലേ? അല്ലേടൂ? അതെ, 314 എന്ന് വെച്ചാൽ 157ൻ്റെ പകുതി. അപ്പോൾ 3.14 എനിക്ക് 1.57 ഇൻറ്റു 2 എന്ന് എഴുതി കൂടെ? എഴുതാം. 3.14 1.57 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 0.60 അതുപോലെ എഴുതാം. ഇൻറ്റു 0.95 അതുപോലെ ഞാൻ എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, ഇതൊരു ടൈം, ഇത് അടുത്ത ടൈം, ഇതിലെല്ലാത്തിലും കൂടെ കോമൺ ആയതാ. ഒന്ന് 1.57 രണ്ട് ടൈമിലും റിപ്പീറ്റ് ചെയ്തു, അത് കോമൺ ആയിട്ട് എടുത്തെടുക്കാം. പിന്നെ 0.95 രണ്ട് ടൈമിലും ഇല്ലേ, അപ്പോൾ ഇൻറ്റു 0.95. അപ്പോൾ 1.57ഉം 0.95ഉം കൂടെ ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എത്രയുണ്ട്? ആദ്യത്തെ ടൈമിൽ 1.44ഉം 1.57 ഔട്ട്സൈഡ് ഉണ്ട്, 0.95 ഔട്ട്സൈഡ് ഉണ്ട്, ബാക്കി എന്തുണ്ട് ഇതിൽ? 2 ഇൻറ്റു 0.60 ഇത്രയും സാധനമേ ഉള്ളൂ. അതായത് 1.57 ഇൻറ്റു 0.95 ഇൻറ്റു 0.60ൻ്റെ സ്ക്വയർ എത്രയാണ്? 0.60ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0.6ൻ്റെ സ്ക്വയർ. ഈ 0 നമ്മൾ 0.5 നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ 0.6ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ 36 അപ്പം 1.44 മൈനസ് 6ൻ്റെ സ്ക്വയർ 36 അപ്പോൾ 0.6ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0.36 വരും. 0.36ൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.72. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. 0.60 എന്ന് വെച്ചാൽ 0.6 ആണ്. 0.6ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6ൻ്റെ സ്ക്വയർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. 0.6 ഇൻറ്റു 0.6 36 ആണ്. 6 ഇൻറ്റു 6 പിന്നെ ഇവിടുത്തെ ഡെസിമൽ പോയിൻറ്റ്, ഇവിടുത്തെ ഡെസിമൽ പോയിൻറ്റ് അടക്കം 1 2 ഇവിടെയാണ് ഡെസിമൽ പോയിൻറ്റ് ഇടുക 0.36 പിന്നെ പുറകെയുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.72. ഓക്കെ, അപ്പോൾ ബാക്കി എന്തുണ്ട്? 1.57 ഇൻറ്റു 0.95 ഇൻറ്റു എന്താണ് 1.44 മൈനസ് 0.72 സബ്ട്രാക്ട് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് 0.72 കിട്ടുക. 1.44 നിന്ന് 0.72 സബ്ട്രാക്ട് ചെയ്യുക. 1.44 നിന്ന് 0.72 സബ്ട്രാക്ട് ചെയ്താൽ 0.72 അല്ലേ? ഉണ്ട് 0.72 ആണ് കേട്ടോ. എന്താ 0.72? അപ്പം ഇപ്പോൾ എത്ര പെട്ടെന്ന് ആൻസർ സിമ്പിളായി നോക്കി. ഇനി ഞാനിതിനിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ നിർത്തുന്നു. അവസാനം നമുക്ക് സിംപ്ലിഫിക്കേഷൻ റോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും കണ്ടുപിടിച്ചത്. വോളിയം ഓഫ് വാട്ടർ റിമെയിൻസ് ഇൻ ദ സമ്പാണ്. താഴെയുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ എത്ര വെള്ളം ബാക്കി ഉണ്ടാവുമെന്നാണ് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? താഴെയുള്ള ടാങ്കിൻ്റെ വോളിയത്തിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ അടിച്ചു നിറയ്ക്കേണ്ട ടാങ്കിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അതായത് ഇതേ ഇൻറ്റു ഇതേ അത്രയും മീറ്റർ ക്യൂബ് സിൻസ് ഇറ്റ് ഇസ് വോളിയം, ഇത്രയും വോളിയം വിൽ റിമെയിൻസ് ഇൻ ദ സമ്പ്. ഓക്കെ, യു അണ്ടർസ്റ്റുഡ് നോ? ഇനി നിങ്ങൾ നോക്കുക, വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പം വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പാണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക. വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ആ താഴെയുള്ള ക്യൂബോയിഡൽ ഷേപ്പിലുള്ള ടാങ്കിൽ ബാക്കിയുള്ള വെള്ളം. അപ്പോൾ താഴെയുള്ള ക്യൂബോയിഡൽ ഷേപ്പിൽ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് താഴെയുള്ള ക്യൂബോയിഡൽ ഷേപ്പുള്ള ടാങ്കിലുള്ള ബാക്കിയുള്ള വെള്ളം എന്ന് പറയുന്നത്, ആ ബാക്കി ഉണ്ടാവുന്ന ചെറിയ വെള്ളം ഉണ്ടല്ലോ, ബാക്കി ഉണ്ടാവുന്ന വെള്ളം എന്ന് പറയുന്നതും ക്യൂബോയിഡൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ല? വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞത് തന്നു. വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴെയുള്ള എന്താണ് ക്യൂബോയിഡൽ ടാങ്കിൽ ബാക്കി വരുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ആ വെള്ളവും ക്യൂബോയിഡൽ ഷേപ്പിൽ തന്നെയല്ലേ കാണുക. വാട്ടറിൻ്റെ പ്രത്യേകത എന്താ? ഏത് സോളിഡിലോട്ട് മാറ്റിയാലും ആ ഷേപ്പിലോട്ടാവും. അപ്പം എന്തായാലും എങ്ങനെയുള്ള വെള്ളമാണെങ്കിലും ബാക്കി താഴെ അണ്ടർഗ്രൗണ്ട് ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ബാക്കിയുള്ള അളവെന്ന് പറയുമ്പോഴും അത് ആ വെള്ളം ആ ടാങ്കിൻ്റെ അടിഭാഗത്തായിരിക്കും കിടക്കുന്നത്. ചിലപ്പം കുറഞ്ഞ രീതിയിലായിരിക്കും കിടക്കുന്നത്, പക്ഷേ അതെന്തായാലും ക്യൂബോയിഡൽ ഷേപ്പിലായിരിക്കും. കാരണം എന്താ? അത് നിൽക്കുന്നത് ക്യൂബോയിഡൽ ടാങ്കിലാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് വോളിയമാണ്. വോളിയത്തിൻ്റെ ഫോർമുല എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അതായത് നിങ്ങളൊന്ന് ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വരാം, നന്നായി ശ്രദ്ധിച്ചിരിക്കുക, അപ്പം ഒഴിവായി പോകരുത്. വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞാൽ വോളിയമാണ് എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ താഴെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ബാക്കിയുള്ള വെള്ളമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ വെള്ളത്തിൻ്റെ വോളിയമാണല്ലോ. വോളിയത്തിൻ്റെ ജനറൽ ഫോർമുല എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ക്യൂബോയിഡിൽ നമുക്ക് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ജനറൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം മുകൾ ഭാഗവും താഴെ ഭാഗവും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഏത് സോളിഡിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ക്യൂബോയിഡിലാണ് വെള്ളം ബാക്കി കിടക്കുന്നത്. അപ്പം ആ ക്യൂബോയിഡിൻ്റെ ആ വെള്ളം എന്ന് പറയുന്നത് ക്യൂബോയിഡൽ ഷേപ്പിലാണല്ലോ വരിക. അപ്പോൾ അവിടെ നമുക്ക് ബേസ് ഏരിയൻ്റെ ഹൈറ്റ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും വോളിയമാണ് കോൺസെപ്റ്റ്. വോളിയത്തിൻ്റെ ഫോർമുല ബേസ് ഏരിയൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ബേസ് ഏരിയൻ്റെ ഹൈറ്റ് എന്ന് എഴുതുന്നു. കാരണം ബേസ് ഏരിയൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയമാണ്. ഈസ് ഈക്വൽ ടു എന്താണ്? 1.57 ഇൻറ്റു 0.95 ഇൻറ്റു
0.72. ഒന്നും കൂടെ ഞാൻ പറയാം, വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ദ സം ഈസ് ഈക്വൽ ടു ദിസ് എന്ന് എഴുതിയല്ലോ. ഇനി വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? അതായത് ക്യൂബോയിഡിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, ഞാൻ അതല്ല ചോദിക്കുന്നത്. വോളിയത്തിൻ്റെ ഒരു ജനറൽ ഫോർമുല ഞാൻ ഇവിടെ കൊടുക്കുന്നു, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സം എന്ന് പറയുന്നത് വോളിയമാണ് ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് ഇതിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്ത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. കാരണം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ത് തന്നെയാണ്? വോളിയമാണ്. റൈറ്റ് സൈഡ് അതുപോലെ ഞാൻ എഴുതി. ഇനി ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യമുണ്ട്. ബേസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഈ വെള്ളം എവിടെയാണ് ബാക്കി കിടക്കുന്നത്? താഴെയുള്ള ക്യൂബോയിഡ്. ആ ക്യൂബോയിഡിൻ്റെ ബേസിൻ്റെ ഏരിയ. ക്യൂബോയിഡിൻ്റെ ബേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതാണ് നിങ്ങളുടെ ക്യൂബോയിഡ്. ഇതാണ് നിങ്ങളുടെ ക്യൂബോയിഡ് അല്ലേ? താഴെയുള്ള ടാങ്കാണല്ലോ. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ താഴെയുള്ള റെക്റ്റാങ്കിളാണ് അല്ലേ? ബേസ് ഏരിയ എന്ന് വെച്ചാൽ ക്യൂബോയിഡിൻ്റെ താഴെ എന്താ? റെക്റ്റാങ്കിൾ അല്ലേ? ക്യൂബോയിഡിൻ്റെ താഴെയുള്ള റെക്റ്റാങ്കിളിനെയാണ് ക്യൂബോയിഡിൻ്റെ ബേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബേസ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ? താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 1.57. ബ്രെഡ്ത്ത് എത്രയാണ്? 1.44. അപ്പോൾ താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 1.57 ഇൻറ്റു 1.44 അല്ലേ വരിക? യെസ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് വരിക, അതായത് 1.57 ഇൻറ്റു 1.44 അല്ലേ മക്കളെ? 44 ആയി. അപ്പോൾ ബേസ് ഏരിയ എന്ന് വെച്ചാൽ ബേസ് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഫോമിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്തു ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ? അതാണ് എൻ്റെ ചോദ്യം. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലെങ്ത്ത് ബേസിൻ്റെ ഡയമെൻഷനൊക്കെ അതുപോലെ ഞാൻ എടുത്തു. കാരണം ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ താഴത്തെ റെക്റ്റാങ്കിൾ ഏരിയ, താഴത്തെ ഈ ക്യൂബോയിഡിൻ്റെ ബേസിൻ്റെ ഏരിയ ആണ്. ക്യൂബോയിഡിൻ്റെ ബേസ് ഒരു റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇതാണ്. അപ്പം റെക്റ്റാങ്കിൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുത്തു. ഇനി ഇൻറ്റു ഹൈറ്റ്, ബേസ് ഏരിയ കഴിഞ്ഞു. ഇനി ഇൻറ്റു ഹൈറ്റ്. ഈ ഹൈറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ആ കേസിൽ നോ. കാരണം എന്താ? ഈ ഹൈറ്റ് കൊടുക്കണമായിരുന്നെങ്കിൽ വെള്ളം മുഴുവൻ വേണ്ട വന്നേനെ. ഇപ്പം വെള്ളം അതിൽ മുഴുവൻ ഉണ്ടോ? കാരണം ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള ഹൈറ്റാണ് ഇത്. ഇപ്പോൾ വെള്ളം അതിൽ മുഴുവനുണ്ടോ? ഇല്ല, വെള്ളം താഴെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എവിടം വരെ വെള്ളമുണ്ടോ അത്രയും ഹൈറ്റ് മാത്രമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ടോട്ടൽ ഹൈറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വെള്ളം ബാക്കി കിടക്കുന്ന ഒരു ഹൈറ്റിനെ നമുക്ക് വല്ല എച്ച് എന്ന് എന്തെങ്കിലും വിളിക്കാം. അല്ലെങ്കിൽ പോട്ടെ, ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ താഴെ എത്ര വെള്ളം ഉണ്ടോ ഇപ്പം ആ വെള്ളത്തിൻ്റെ ഹൈറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റിൽ ഈ എച്ച് ശരിക്കും ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് കൊടുക്കാത്ത കാരണം അത് കംപ്ലീറ്റ് ഹൈറ്റാണ്. അത്രയും വെള്ളമില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത്. ഇപ്പം നിങ്ങൾ കാര്യം ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പിനെയാണ് നിങ്ങൾ ഈ തരത്തിൽ മാറ്റി എഴുതിയിരിക്കുന്നത്, ബേസ് ഏരിയൻ്റെ ഹൈറ്റ്. കാരണം വോളിയം ആണല്ലോ എന്തായാലും. ബേസ് ഏരിയൻ്റെ ഹൈറ്റ് ഫോർമുല കൊടുക്കാം. ബേസ് ഏരിയ കൊടുത്തു, കാരണം എത്ര വെള്ളം ബാക്കിയുണ്ടെങ്കിലും ബേസിൽ എന്തായാലും ബേസ് മാറില്ലല്ലോ ആ വെള്ളത്തിൻ്റെ. ഇല്ല, അതുകൊണ്ട് ബേസ് ഏരിയ അതുപോലെ കൊടുത്തു. ഇനി ഹൈറ്റ്, ആ ക്യൂബോയിഡിൻ്റെ മൊത്തം ഹൈറ്റിൽ വെള്ളമുണ്ടോ? ഇല്ല, ചെറിയൊരു ഹൈറ്റിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ചെറിയ ഹൈറ്റിനെ വേണമെങ്കിൽ നിങ്ങൾ സ്മോൾ ലെറ്റർ എച്ച് എന്ന് തന്നെ വിളിച്ചോളൂ. സ്മോൾ ലെറ്റർ എച്ച് എന്ന് വിളിച്ചോളൂ. മനസ്സിലായിരിക്കുന്നു? ഈ സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം. സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് അല്ല. ആ ക്യൂബോയിഡിൽ ടാങ്കിൽ എത്രമാത്രം വെള്ളം ഇപ്പോൾ ബാക്കിയുണ്ടോ ആ വെള്ളത്തിൻ്റെ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത് എച്ച്. ഓക്കെ, എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നും കൂടെ ഞാൻ പറയാം. വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി. ഇനി ഇവിടെ മാത്രമാണ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് ആണല്ലോ. എന്തായാലും വോളിയം ആണല്ലോ ഈ സാധനം. വോളിയത്തിൻ്റെ ഫോർമുല എന്താ? ജനറൽ ഫോർമുല ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പിന് വരും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതി. റൈറ്റ് സൈഡ് ഞാൻ അതുപോലെ എഴുതി. ഇനി അതായത് ഈ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പാണ്. കാരണം അത് വോളിയം ആയതുകൊണ്ടാണ് ഈ ഫോർമുല കൊടുത്തത്. ഇനി ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണോ വെള്ളം ബാക്കി എടുക്കുന്നത് അതിൻ്റെ ബേസിൻ്റെ ഏരിയ അത് നമ്മൾ കൊടുത്തു. അത് റെക്റ്റാങ്കിളാണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. ഈ ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ വെള്ളം ബാക്കി കിടക്കുന്നതിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു. കാരണം ആ ഹൈറ്റ് തന്നിട്ടില്ല. വെള്ളം ബാക്കി കിടക്കുന്നതിൻ്റെ ഹൈറ്റ് നമുക്കറിയില്ല. ടോട്ടൽ ഹൈറ്റ് നമുക്ക് കൊടുക്കാനും പറ്റില്ല. വെള്ളം ബാക്കി എത്രയുണ്ടോ അതിൻ്റെ ഹൈറ്റാണ് കൊടുക്കേണ്ടത്. ബേസ് ഏരിയൻ്റെ ഹൈറ്റിൽ ബേസ് ഏരിയ കൊടുത്തു, ഹൈറ്റിന് വരെ എച്ച് കൊടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല. ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. അത്രയും മീറ്റർ ക്യൂബ് ഉണ്ട്. അതിനുശേഷം ഇത് വോളിയം ആയതുകൊണ്ട് വോളിയത്തിൻ്റെ ജനറൽ ഫോർമുല ഞാൻ കൊടുത്തു. അതായത് ഈ ലെഫ്റ്റ് സൈഡ് ഒരു വോളിയം ആയതുകൊണ്ട് അതിൻ്റെ ജനറൽ ഫോർമുല കൊടുത്ത് റൈറ്റ് സൈഡ് അതുപോലെ എഴുതി. ഇനി ജനറൽ ഫോർമുല ബേസ് ഏരിയൻ്റെ ഹൈറ്റാണ്. അപ്പോൾ വെള്ളം ബാക്കി കിടക്കുന്നതിൻ്റെ ബേസ് ഏരിയൻ്റെ ഹൈറ്റാണ് എടുക്കുന്നത്. വെള്ളം ബാക്കി കിടക്കുന്നത് ക്യൂബോയിഡിലാണ്. അതിൻ്റെ ബേസ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കാരണം റെക്റ്റാങ്കിൾ ആണല്ലോ. ഇൻറ്റു ഹൈറ്റ്, വെള്ളം ബാക്കി കിടക്കുന്നതിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല, അതിനെ എച്ച് എന്ന് വിളിച്ചു. റൈറ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് 1.57 ഇൻറ്റു 0.95 ഇൻറ്റു 0.72. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് കീപ് ദ എച്ച് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് 1.57 ഇൻറ്റു 0.95 ഇൻറ്റു 0.72 ഡിവൈഡഡ് ബൈ
1.57 ഇൻറ്റു 1.44. എന്ത് ചെയ്യാനെടുത്തു? ഈ രണ്ട് ടൈമിനെയും റൈറ്റ് സൈഡിലോട്ട് കൊണ്ട് ഈ രണ്ട് ടൈമിനും റൈറ്റ് സൈഡിലോട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് ഈ രണ്ട് ടൈമും എച്ചുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ്റെ പാർട്ടാവും. എച്ച് ഞാൻ ലെഫ്റ്റ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്തു. ഈ വാല്യൂ ആണ് നിങ്ങളുടെ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ ക്യാൻസൽ ദിസ് വൺ ആൻഡ് 0.72 1.44 ക്യാൻസൽ ചെയ്യാം. 0.72ൻ്റെ ഡബിളാണ് 1.44. അപ്പോൾ 0.72 എത്ര 0.72 ഉണ്ട്? 1. 1.44 എത്ര 0.72 ഉണ്ട്? 2. ഡബിളാണ്. അപ്പോൾ എച്ച് എന്ത് വരും? 0.95 ഡിവൈഡ് ബൈ 2. 0.95 ഡിവൈഡ് ബൈ 2 എങ്ങനെ നിങ്ങൾ ചെയ്യാം? അറിയാത്ത കുട്ടികളോടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുകളിൽ 2 ഡെസിമൽ പൊസിഷനല്ലേ ഉള്ളത്, താഴെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കാൻ പോവാം. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? മുകളിൽ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 2. അത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം താഴെയും എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ 100. ഡെസിമൽ പൊസിഷൻ എവിടെയാണോ ഉള്ളത് അതിൻ്റെ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കാൻ ഏതെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ, കാരണം എച്ച് കണ്ടുപിടിക്കുന്നത് 0.95നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0.95നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ 0.95ലെ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം 2 ഡെസിമൽ പൊസിഷൻ ഉണ്ട്, അതുകൊണ്ട് താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇനി 0.95 ഇൻറ്റു 100 എത്രയാണ്? 95. കാരണം 2 സ്ഥാനം വലത്തോട്ട് പോകും. പോയിന്റ് എവിടെയാണോ അവിടെ നിന്ന് 2 സ്ഥാനം വലത്തോട്ട് പോകുമ്പോൾ 95 ആണല്ലോ വരിക. 2 ഇൻറ്റു 100 എന്താ? 200. ഇത് നിങ്ങളുടെ ഹൈറ്റ് തരും. ഓക്കെ, 0.95 ഡിവൈഡ് ബൈ 200 ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു മിനിറ്റ് ഇങ്ങനെ ചെയ്യാം. ഇതിനേക്കാൾ ഒരു എളുപ്പമുള്ള ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടത് എളുപ്പമുള്ള ടെക്നിക്ക് ഉണ്ട്. 0.95 ഡിവൈഡ് ബൈ 2 ആണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. ഇനി 0.95 ഡിവൈഡ് ബൈ 2 ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ 2 അല്ലേ? ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഞാൻ 2നെ ഒരു ഡിനോമിനേറ്റർ 10 100 ഒക്കെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ? അല്ലേ? ഡിനോമിനേറ്റർ 10 100 ഒക്കെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ 10 ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിന് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം ഡിനോമിനേറ്റർ 10 100 1000 10,000 ലാക്കോ 10 ലാക്കോ ക്രോറോ ഒക്കെ ആണെങ്കിൽ ഡിവിഷൻ എളുപ്പമായതുകൊണ്ട് ഡിനോമിനേറ്ററിന് ഇനി 10 ആക്കാനാണല്ലോ എനിക്ക് ഏറ്റവും എളുപ്പം. കാരണം ഡിനോമിനേറ്റർ 2 ആണ്, അതുകൊണ്ട് ഞാൻ ഡിനോമിനേറ്ററിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഡിനോമിനേറ്ററിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 0.95നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 95 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 475. അപ്പോൾ 0.95 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 4.75 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 എത്ര? 10 വരിക. മനസ്സിലായോ? ഇനി 4.75 ഡിവൈഡ് ബൈ 10 എത്രയാണ്? ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എവിടെയാണോ പോയിന്റ് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു പൊസിഷൻ പോകും. അതായത് 0.475 മീറ്ററാണ് നമ്മുടെ റിക്വയർഡ് ഹൈറ്റ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം ആ താഴെയുള്ള ടാങ്കിൽ ബാക്കി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിക്കോളാം എന്താണ്? സോ ഹൈറ്റ് ഓഫ് ദ വാട്ടർ റിമെയിൻസ് ഇൻ ദ സം ഈസ് ഈക്വൽ ടു വാട്ട്? 0.475 മീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ നോ? ഓക്കെ, ഈ ഒരു പോർഷൻ എനിക്ക് വേറെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ല. ഈ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യത. ഇവിടെ നിന്ന് ഇത് എന്തുകൊണ്ട് എഴുതി? അപ്പോൾ അതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നറിയാം, പക്ഷേ എനിക്ക് ഒരു കുട്ടിക്ക് പോലും ഡൗട്ട് തോന്നരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ മടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ടാണ് വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്തായാലും ഈ എഴുതി വെച്ചേക്കുന്നത് വോളിയമാണല്ലോ. വോളിയത്തിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? ബേസ് ഏരിയൻ്റെ ഹൈറ്റ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ സമ്പിന് പകരം ബേസ് ഏരിയൻ്റെ ഹൈറ്റിന് എഴുതി. കാരണം ബേസ് ഏരിയൻ്റെ ഹൈറ്റും ഒരു തരത്തിലുള്ള വോളിയമാണ്. അപ്പോൾ ഈ വോളിയത്തിന് പകരം ഞാൻ ബേസ് ഏരിയൻ്റെ ഹൈറ്റ് എന്ന് റീപ്ലേസ് ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ, വേറെ അതിൽ കൂടുതൽ ആലോചിക്കാണ്ടിരുന്നാൽ മതി. റൈറ്റ് സൈഡ് അതുപോലെ എഴുതി. ഇനി ഈ സാധനമൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ കാര്യമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ബേസ് ഏരിയ നമ്മൾ എഴുതണം ഇനി, അല്ലേ? ബേസ് ഏരിയയ്ക്ക് പകരം റീപ്ലേസ് ചെയ്യുമ്പം ബാക്കിയുള്ള വെള്ളം എവിടെയാണ് കിടക്കുന്നത്? ആ ക്യൂബോയിഡൽ ടാങ്കിൽ. അപ്പം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുമ്പം ആ ക്യൂബോയിഡൽ ടാങ്കിൻ്റെ ബേസ് തന്നെയല്ലേ വരിക. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് ഏരിയ ഞാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കാരണം ക്യൂബോയിഡൽ ടാങ്കിൻ്റെ ബേസ് റെക്റ്റാങ്കിളാണ്, ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുത്തു. ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റേ വേണ്ടു, മൊത്തം ഹൈറ്റ് എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഹൈറ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് ജസ്റ്റ് എച്ച്. ക്യൂബോയിഡൽ ടാങ്കിൻ്റെ ഹൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, കാരണം അത് മൊത്തമുള്ള വെള്ളത്തിൻ്റെ അളവാണ്. പക്ഷേ നമുക്ക് അത്രയില്ല, ചെറിയ വെള്ളം ഉള്ളൂ ഇനി ബാക്കി. അപ്പോൾ അതിന് ഹൈറ്റ് തരാത്തതുകൊണ്ട് എച്ച് എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ബേസ് ഏരിയൻ്റെ ഹൈറ്റ് ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. റൈറ്റ് സൈഡ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എച്ച് കണ്ടുപിടിച്ചു. അത്രമാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആൻഡ് ദിസ് വിൽ ഗീവ് യു ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ റിമൈനിങ് ദ സം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ നോ? അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത് കമ്പയർ ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് വിത്ത് ദാറ്റ് ഓഫ് ദ സം. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കമ്പയർ ദ കപ്പാസിറ്റി ഓഫ് ടാങ്ക് വിത്ത് ദാറ്റ് ഓഫ് സമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. മുകളിലുള്ള സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും താഴത്തെ ഉള്ള വലിയ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഡിവൈഡ് ചെയ്യുക. അതായത്
നമുക്ക് ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത് അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അത്രേ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ തമ്മിലെ കപ്പാസിറ്റിയാണ് നമുക്ക് ബന്ധം കണക്ക് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. കപ്പാസിറ്റി എന്ന് വെച്ചാൽ വോളിയം ഓഫ് സിലിണ്ട്രിക്കൽ ടാങ്കും പിന്നെ എന്താണ് വോളിയം ഓഫ് സമ്പും, അതായത് താഴെയുള്ള ക്യൂബോയിഡൽ ടാങ്കുമാണ് കമ്പയർ ചെയ്യേണ്ടത്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ഡിവിഷൻ എടുത്താൽ മതി. സോ വോളിയം ഓഫ് സിലിണ്ട്രിക്കൽ ടാങ്ക് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സം വിൽ ഗീവ് യു ദ ആൻസർ. ഓക്കെ, വോളിയം ഓഫ് സിലിണ്ട്രിക്കൽ ടാങ്ക് ഫോർമുല ഈസ് പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, സോ പൈ ആർ സ്ക്വയർ H2 അല്ല നമ്മളെടുത്തത്. പിന്നെ L ഇൻറ്റു ബിൻ്റെ H ആണ് സമ്പിൻ്റെ, അതിന് H1 എന്ന് മാർക്ക് ചെയ്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ വേണേൽ 3.14 കൊടുക്കുക. ആർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കൊടുത്തത് 0.6 അല്ലായിരുന്നു. 0.60, അത് 0.6. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പം 0.6 ഇൻറ്റു 0.6 വരും. ഇൻറ്റു H2 എന്ന് പറയുന്നത് എന്തായിരുന്നു 0.95 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇനി L ഇൻറ്റു ബിൻ്റെ H താഴത്തെ 1.57 ഇൻറ്റു 1.44 ഇൻറ്റു 0.95. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാം. 0.95 ക്യാൻസൽ ചെയ്തു. 0.6ഉം 0.6 മൾട്ടിപ്ലൈ ചെയ്താൽ 0.36 ആണ് വരിക. ആ ഓക്കെ വേണമെങ്കിൽ 1.57ഉം 3.14 ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാലോ. കാരണം 1.57ൽ എത്ര 1.57 ഉണ്ട് 1, 3.14ൽ എത്ര 1.57 ഉണ്ട് 2. കാരണം 157ൻ്റെ ഡബിളാണ് 314 എന്ന് ഓർക്കുക. ബാക്കി എന്തുണ്ട് 0.6 ഇൻറ്റു 0.6 ഡിവൈഡ് ബൈ 1.44 എന്ന് കിട്ടി. വാട്ട് ഈ 0.6 ഇൻറ്റു 0.6 0.36, 6 ഇൻറ്റു 6 36 ആണല്ലോ. 1.44 അതുപോലെ എഴുതി. ഇത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. 36 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 36 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യാൻസലേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാം ഇങ്ങനത്തെ ക്യാൻസലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറയാം, ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കുക. ഇവിടെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട് 36. താഴെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട് ഇവിടെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട് 1 2. താഴെ എത്ര ഉണ്ട് 1 2. അപ്പോൾ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കണമെങ്കിൽ താഴെയും മുകളിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിലത്തെ ഡെസിമൽ പൊസിഷൻ ഒഴിവായി 36 എന്നും താഴത്തെ ഡെസിമൽ പൊസിഷൻ ഒഴിവായി 144 എന്നും വരും. എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. 36ൽ എത്ര 36 1, 144ൽ എത്ര 36 എന്ന് അറിയാം നിങ്ങൾക്ക് 4 ആണെന്ന് തോന്നുന്നു. എന്തോ പറ്റിയില്ല മക്കളെ, അതല്ല നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, ഞാൻ എഴുതാൻ മറന്നുപോയി. 2 ഇല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 3.6 എന്ന് വെച്ചാൽ 0.72 വരും. കാരണം 2 ഇൻറ്റു 36 72 ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു 0.36 0.72 വരും. ഡിവൈഡ് ബൈ 1.44. ഇനി ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കാണ്ടും ചെയ്യാം, ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഒഴിവാക്കാണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇത് 0.72 ആണ്, താഴെ 1.44 ആണ്. 72ൻ്റെ ഡബിളാണ് 144. അങ്ങനെയൊക്കെ ആലോചിച്ച് ക്യാൻസൽ ചെയ്യുക. അതാണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക. ഇനി അതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എത്ര ഡെസിമൽ പൊസിഷൻ ഇവിടെ 2, ഇവിടെ എത്ര 2, മുകളിലും താഴെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 100 കൊണ്ട് മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 72 ആവും. താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 ആവും. എന്നിട്ട് ക്യാൻസൽ ചെയ്യുക. ആൻസർ എത്ര 1/2. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സമ്പ് ഈസ് ഈക്വൽ ടു 1/2. അത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ. അതായത് വോളിയം ഓഫ് സിലിണ്ടറിൻ്റെയും വോളിയം ഓഫ് സമ്പിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണെന്ന്. ഇത് താഴെ 1 മുകളിൽ 2. ഓക്കെ, 1:2. അത്രയും മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, സി സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് so already 38 minutes reached this video, so let me wind up this video. I'm not going to solve one more question. Okay, സോ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ കൂടെ തന്ന് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ആവോളം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇഫ് യു ഫീൽ എനി ഡൗട്ട് ജസ്റ്റ് കോൾ മീ. ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെയും ഡൗട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് കോൾ മീ ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ്. നോട്ട് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വെറുതെ സാറായി അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പം, നിങ്ങൾ അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പം ഷിബിൻ സാറിന് എനിക്ക് മനസ്സിലായി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ് നോട്ട് അപ്ലോഡ് ചെയ്യരുത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞ് തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യാം. പ്ലീസ് ഡു ദാറ്റ്. സോ ടേക്ക് കെയർ. ബൈ ബൈ.